മക്കളെ, അങ്ങനെ ഫൈനലി നമ്മൾ എല്ലാവരും വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന നമ്മുടെ ഓണം എക്സാമിന്റെ ടൈം ടേബിൾ വന്നിട്ടുണ്ട്. അപ്പോൾ കുറേ പേര് ടൈം ടേബിൾ ഒക്കെ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ? അപ്പോൾ ഈ ഒരു വീഡിയോ എന്ത് ചെയ്യണം, നിങ്ങൾ എല്ലാവരും കംപ്ലീറ്റ് ആയിട്ട് കാണുക, മാക്സിമം നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിലോട്ട് ഷെയർ ചെയ്യാം. ഇപ്പം ഇതുവരെ നമ്മുടെ ഓണം എക്സാമിന് പഠിച്ചു തുടങ്ങാത്ത മക്കളുണ്ടെങ്കിൽ ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാനുള്ള എല്ലാ ഹെൽപ്പും നമ്മുടെ ഈ ഒരു എക്സാമിനർ ചാനലിൽ ഉണ്ടായിരിക്കും. അത് ലൈവ് ക്ലാസ്സസ് ആയിക്കഴിഞ്ഞാലും വീഡിയോസ് ആയിക്കഴിഞ്ഞാലും ഇതെല്ലാം കൃത്യസമയത്ത് മക്കൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത മക്കളുണ്ടെങ്കിൽ വേഗം തന്നെ ഈ ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്യുക, വേഗം പോയിട്ട് നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അടിപൊളിയായിട്ട് പഠിക്കുക, ഫുൾ കോൺഫിഡൻസോടെ ഇരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഓണം എക്സാം ഏതൊക്കെ ദിവസങ്ങളിലാണെന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ക്ലാസ് 1ന്റെ ടൈം ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ ക്ലാസ് 1ൽ 20-ാം തീയതിയാണ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്, 26-ാം തീയതി വരെയാണ് എക്സാം ഉള്ളത്. അതായത് 20-ാം തീയതി വെനസ്ഡേ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നു, ട്യൂസ്ഡേ ആണ് എക്സാം എൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 20/8/2025 വെനസ്ഡേ ഇന്റഗ്രേഷൻ 1ന്റെ എക്സാം ആണ്, അതായത് ഉദ്ഗ്രഥിതം 1ന്റെ എക്സാം ആയിരിക്കും ഉണ്ടാവുക. അത് കഴിഞ്ഞ് തൊട്ട് നെക്സ്റ്റ് ഡേ നോക്കുകയാണെങ്കിൽ 21-ാം തീയതി തേഴ്സ്ഡേ വ്യാഴാഴ്ച ഇന്റഗ്രേഷൻ 2 ആണ് എക്സാം ഉണ്ടായിരിക്കുക, ഉദ്ഗ്രഥിതം 2. ഇനി അത് കഴിഞ്ഞ് 22-ാം തീയതി ഫ്രൈഡേ നിങ്ങൾക്ക് മാത്സിന്റെ എക്സാം ആണ്, ഗണിതത്തിന്റെ എക്സാം ആണ് ഉണ്ടായിരിക്കുക. ദെൻ 25-ാം തീയതി, അപ്പോൾ ഫ്രൈഡേ കഴിഞ്ഞ് സാറ്റർഡേ സൺഡേ നമുക്ക് ലീവാണ്. അത് കഴിഞ്ഞ് 25-ാം തീയതി മൺഡേ നിങ്ങൾക്ക് ഇംഗ്ലീഷിന്റെ എക്സാം ആയിരിക്കും ഉണ്ടാവുക. ദെൻ ലാസ്റ്റ് എക്സാം ആണ് 26-ാം തീയതി ട്യൂസ്ഡേ, അറബിക് അല്ലെങ്കിൽ സംസ്കൃതം, നിങ്ങൾ ഏത് സബ്ജക്റ്റ് ആണ് ചൂസ് ചെയ്തിട്ടുള്ളത് അതിന്റെ എക്സാം ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇതാണ് ടൈം ടേബിൾ. അപ്പോൾ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇന്റഗ്രേഷൻ 1ഉം 2 ഉണ്ട്. പക്ഷെ നമ്മുടെ കഴിഞ്ഞ വർഷം നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇന്റഗ്രേഷൻ 1, 2, 3 ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഇന്റഗ്രേഷൻ 3 ഇല്ല, പകരം നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് നമ്മുടെ മാത്സ് എക്സാം ആണ് വെച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇന്റഗ്രേഷൻ 1ലും 2ലും നിങ്ങൾക്ക് മെയിൻ ആയിട്ട് മലയാളം ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ EVS ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അതൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് നമ്മൾ അടിപൊളിയായിട്ട് പഠിപ്പിച്ചു തരും. സോ ഇതായിരിക്കും നമ്മുടെ ഓണം എക്സാമിന്റെ ടൈം ടേബിൾ. അപ്പോൾ നമുക്ക് എക്സാമിന്റെ ഇടയിൽ ഗ്യാപ്പും കാര്യങ്ങളൊന്നും ഇല്ല, അതായത് വെനസ്ഡേ കഴിഞ്ഞ് തേഴ്സ്ഡേ ദെൻ ഫ്രൈഡേ. അപ്പോൾ നമുക്ക് സ്റ്റഡി ലീവും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഈ ഒരു ദിവസം നിങ്ങൾ എല്ലാവരും ഒരു സ്റ്റഡി ലീവൊക്കെ ആയി കണ്ട് കുറച്ച് ദിവസം എന്ത് ചെയ്യുക, എൻ്റെ മക്കൾ എല്ലാവരും ഒന്ന് പഠിച്ചു തുടങ്ങാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഹെൽപ്പും നമ്മുടെ ചാനലിൽ ഉണ്ടായിരിക്കും. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യണം, കറക്റ്റ് സമയത്ത് ലൈവും കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ എൻ്റെ എല്ലാ കുഞ്ഞുങ്ങൾക്കും ഓൾ ദ വെരി ബെസ്റ്റ്.